എത്ര പറഞ്ഞാലും തീരുമില്ല, അത്രയ്ക്കും പറയാനുണ്ട്. പക്ഷെ എനിക്ക് ആ പാടെ വിഷം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കണ്ടോണ്ട് എനിക്ക് എൻ്റെ അച്ഛനില്ല. എൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു ഒരു കാര്യമായിരുന്നു ഇത്. എൻ്റെ മോൻ എങ്ങനെയെങ്കിലും ഇന്ന് അവൻ്റെ സത്യാവസ്ഥ നാല് ആൾക്കറിയണം. കാരണം എന്നെ അറിയാന്നുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ തെറ്റുകാരനല്ല എന്ന്. പക്ഷെ അത് അന്ന് ഇത്ര സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമും അത്ര വൈറലല്ല. പക്ഷെ എന്നിട്ട് പോലും എൻ്റെ അറിയാന്നുള്ള ആൾക്കാരനെ പത്ര കട്ടിങ്സ് എടുത്ത് വാട്സപ്പിൽ അവിടെ ഇവിടെയും ഒരുപാട് നരിച്ചു. കള്ളക്കേസിൽ കുടിക്കുക എല്ലാവരെയും. അവർക്കെതിരെ ഞാൻ ഉറപ്പായിട്ടും നിയമപരമായിട്ട് ഞാൻ പോകും. ഉറപ്പായിട്ടും ഞാൻ നിയമപരമായിട്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം ഇനി ഉടനെ തന്നെ ചെയ്തു തുടങ്ങും. കേസ് ജയിച്ചെങ്കിലും തീരുന്നില്ല. നിരപരാധിയായി 96 ദിവസം ജയിലിൽ കിടന്നതിന് ഒരു ദിവസത്തേക്ക് 10 ലക്ഷം രൂപ വീതം 9,60 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇവർ നിയമയുദ്ധത്തിന് ഒരുങ്ങുകയാണ്. എന്റെ കക്ഷിക്ക് നഷ്ടപ്പെട്ടു പോയ, ഇരുമ്പഴിക്കുള്ളിൽ അകപ്പെട്ടു പോയ 92 ദിവസം, ആ 92 ദിവസത്തിന്റെ നഷ്ടം ആര് നൽകും? കേരള സ്റ്റേറ്റിനെതിരായി ഈ 92 ദിവസത്തെ നഷ്ടം വാങ്ങുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ കക്ഷിയും നിയമയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്.